وأسماؤه من قبل في العرش تكتب. اللهم صل وسلم وبارك عليه. മഹാനായ ഇമാം വിത്തിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദത്തുൽ വിത്തിരിയിൽ ബാഹിന്റെ ഖാഫിയയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു ബദാമതുഹു മിൻ ഖബ്ലി നശ്അതി ആദമി وأسماؤه من قبل في العرش تكتب. بدا مجده നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അത് വെളിപ്പെട്ടു. വെളിവായി മിൻ ഖബ്ലി നശ്അതി ആദമി, ആദി മനുഷ്യൻ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ ഉമ്മക്ക് മുമ്പ് തന്നെ, മഹാനവറുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വെളിപ്പെട്ടു, വെളിവായി. എന്താണ് ഇതിന്റെ രേഖ? വഅസ്മാഉഹു മിൻ ഖബ്ലു ഫിൽ അർശി തുക്തബു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വുജൂദിന്റെ മുമ്പ്, മഹാനവറുകളുടെ ആസ്തിക്യത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടനാമം, തിരുനാമങ്ങൾ അർശിന്മേൽ ലിഖിതപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യ സൃഷ്ടി. അല്ലാഹുവിന്റെ ആദ്യ സൃഷ്ടി, ആദ്യ പടപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിയോഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവാചകർക്കും പിറകെയാണ് വരുന്നതെങ്കിലും സൃഷ്ടിപ്പിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യത്തെയാളാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വെളിവായി. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഇൻദല്ലാഹി ലഖാതമുൻ നബിയ്യീൻ വ ഇന്ന ആദമ ലമുൻജദിലുൻ ഫീ ത്വീനതിഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് കുഴച്ച് അവിടത്തെ ശരീരത്തിലേക്ക് റൂഹിനെ നിക്ഷേപിക്കുന്നതിന് മുമ്പ്, ആ സമയത്തു തന്നെ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ അന്ത്യപ്രവാചകരാണ്. എന്നിൽ റൂഹ് ഊതപ്പെടുന്നതിന്റെ മുമ്പ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ റൂഹ് നിക്ഷേപിക്കപ്പെടുന്നതിന്റെ മുമ്പ്, ഭൂമിയിൽ മഹാനവറുകളെ കടത്തപ്പെടുമ്പോ ഞാൻ നബിയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മതാ കുന്ത നബിയാ, തങ്ങൾ എപ്പോഴാണ് നബിയായത്? ഖാല, നബി തങ്ങൾ മറുപടി പറഞ്ഞു, വആദമു ബൈന റൂഹി വൽ ജസദി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരീരത്തിനും ആത്മാവിനും ഇടക്കായിരിക്കെ ഞാൻ നബിയാണ്. അതെങ്ങനെയാണ്? അതിന്റെ വിശദീകരണം ഒരുപാട് പറയാനുണ്ട്. അവിടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് ഒരു വീക്ഷണമുണ്ട്. ഇമാം സുബിക് റളിയല്ലാഹു അൻഹുവിന് ഏറെ സുന്ദരമായ ഒരു വ്യാഖ്യാനമുണ്ട്. അതായത് നിയോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെയാളാണെങ്കിലും ആദ്യമായി അല്ലാഹു പടച്ചത് നബി തങ്ങളെ നൂറാണ്. അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു ഖബ്ലൽ അശിയാ. സർവ വസ്തുക്കൾക്കും മുമ്പ് ആദ്യമായി അല്ലാഹു പടച്ചതെന്താണ് നബിയെ? ജാബിർ എന്നവർ ചോദിക്കുമ്പോൾ നബി തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നൂറു നബിയിക യാ ജാബിർ, ജാബിറേ നിന്റെ നബിയുടെ നൂറാണ്. ആ നൂറിന് പല വിശദീകരണങ്ങളുമുണ്ട്. ഇമാം സുബിക് റളിയല്ലാഹു അൻഹു രണ്ട് മഅന പറയുന്നുണ്ട്. ഒന്ന്, നബി തങ്ങളെ ആത്മാവാണ്. അതായത് എല്ലാവരുടെയും ശരീരത്തെ പടക്കുന്നതിന്റെ എത്രയോ മുമ്പ്
ആത്മാക്കളെ പടച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആത്മാക്കളെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അൽ അർവാഹു ജുലൂദുൻ മുജന്നദ. അപ്പൊ ശരീരത്തെ പടക്കപ്പെടുന്നതിന്റെ എത്രയോ മുമ്പ് ആത്മാക്കളെ പടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിവക്ഷ നബി തങ്ങളെ ആത്മാവാൻ, അങ്ങനെയുമാകാം. അപ്പൊ കുന്തു നബിയ്യാ, ഞാൻ നബിയായിരുന്നെന്ന് പറഞ്ഞാൽ അത് ആത്മാവിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ആത്മാവിന് ആ സമയം തന്നെ സർവ്വമേന്മകളും നേട്ടങ്ങളും എല്ലാം ഇഫാദ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അതൊരു ഹഖീഖത്താണ്, നബി തങ്ങളെ ഹഖീഖത്ത്. അത് നമുക്ക് മനസ്സിലാകുകയില്ല. അതിപ്പോ വിശദീകരിക്കാൻ സമയം പോരാ, വിശദീകരിച്ചാലും ഗ്രഹിക്കാനും പ്രയാസകരമാണ്. അപ്പൊ ആദ്യ സൃഷ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിന്റെ തെളിവെന്താണ്? ആദ്യ നബി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ അർശിന്റെ മേൽ നബി തങ്ങളുടെ നാമങ്ങൾ കാണാമായിരുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ കാണാം, സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ഒരു ഖനി, ഒരു പഴം ആദം നബി അലൈഹിസ്സലാം ഭക്ഷിച്ചല്ലോ. അത് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, ഭക്ഷിച്ചു പോകരുത്, അടുത്തു പോകരുതെന്ന് പറഞ്ഞ ഒരു മരത്തിലെ കനി, വൃക്ഷത്തിലെ കനി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം മഹാനവറുകൾ കഴിച്ചുപോയി. അത് പ്രത്യക്ഷത്തിൽ ഒരു ദോഷത്തിന്റെ രീതിയിലുള്ള സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തേടിയത് അസ്അലുക ബിഹഖി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണേ. അപ്പൊ അല്ലാഹുവിന്റെ ചോദ്യം, ആദമേ കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു, മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് താങ്കൾ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയത്? യാ റബ്ബ് ലിഅന്നക ലമ്മാ ഖലഖ്തനി ബിയദിക വനഫഖ്ത ഫിയ മിൻ റൂഹിക റഫഅതു റഅസി ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ മഹാനവറുകൾ പറയുന്നത്? റബ്ബേ, നീ എന്നെ പടച്ചു, എന്നിൽ റൂഹൂദി ആത്മാവിനെ നിക്ഷേപിച്ചപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അർശിന്റെ തൂണുകളിൽ കണ്ടു എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു? എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നിന്റെ പേരോടൊപ്പം നീ ചേർന്ന് വെക്കുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും പിരിശപ്പെട്ട ഒരാളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തേടിയത്. അപ്പ പറഞ്ഞു, ആദമേ സ്വദഖ്ത യാ ആദം ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, സൃഷ്ടികളിൽ വെച്ച് എന്നിലേക്ക് ഏറെ പിരിശപ്പെട്ടയാൾ അത് നബി തങ്ങളാണ്. ഉദ്ഉനി ബിഹഖ്ഖിഹി ഫഖദ് ഗഫർതു ലക വലൗലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖലഖ്തുക. നിങ്ങൾ പറഞ്ഞത് ശരിയാ, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് തേടിക്കോളൂ, താങ്കൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ആ നബിതങ്ങളില്ല എങ്കിൽ നിങ്ങളെ പടക്കപ്പെടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം ഇവിടെ എല്ലാവരും സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പാണ്. വകൈഫ തദ്ഉ ഇല ദുനിയാ ദറൂറത്തു മൻ ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദമി. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഖുർആനിൽ പറഞ്ഞു, വകൈഫ തദ്ഉ ഇല ദുനിയാ ദറൂറത്തു മൻ, ഒരു നബിയുടെ നിവർത്തികേട് ആ നബിയെ ദുനിയാവിലേക്ക് എങ്ങനെ ക്ഷണിച്ചു കൊണ്ടുപോകാനാണ്? ആ നബിതങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ദുനിയാവ് പടക്കപ്പെടുകയില്ല. ജൂദുമൻ ജാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവാ. ജൂദുമൻ ജാദൽ വുജൂദ വുജൂദുഹു. അത് ആരും പറഞ്ഞു? ഇതൊക്കെ ആശിഖീകള്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന കാവ്യങ്ങളും ഗദ്യപദ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ കാണാം. ഇന്നലെ നമ്മൾ പറഞ്ഞു ഉമറുൽ ഖാഹിരി അല്ലഫി പറയാണ് ജൂദുമൻ, ഒരു നബിയുടെ ധർമ്മം എങ്ങനെയുള്ള നബിയാണ്? ഈ ഉലകിനെ സംഭാവന ചെയ്യുന്നത് തങ്ങളുടെ ആസ്തിക്യമാണ്. അപ്പൊ തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ദുനിയാവുണ്ടായത്. ഈ തങ്ങളുടെ മഹത്വം അറിയിക്കാനുള്ള അല്ലാഹുവിടെയുള്ള എല്ലാത്തിനെയും പടച്ചത് തങ്ങളുടെ മഹത്വം അറിയിക്കാൻ. അതിപ്പോ വിശദീകരിക്കാൻ സമയമല്ല. അപ്പൊ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടിങ്ങനെ നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അത് കാണാം. യുശാഹിദു ഫീ അദ്നിൻ ളിയാഅൻ മുശഅശഅ യസീദു അലൽ അൻവാരി ഫി ളൗഹി വൽ ഹുദാ. ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലായിരിക്കെ ഒരു പ്രകാശം ഇങ്ങനെ കാണുന്നു, പരന്നൊഴുകുന്ന പ്രകാശം, ആകെ പരന്നു വ്യാപിച്ച പ്രകാശം, വല്ലാത്ത പ്രകാശം. ഫഖാല, ആദം നബി ചോദിച്ചു, ഫഖാല ഇലാഹി മൻ ളിയാഉല്ലദീ അറാ ജുനൂദസ് സമാ തഅ്ശു ഇലൈഹി തറദ്ദുദാ. പടച്ചവനെ, എന്താണ് ഈ പ്രകാശം? ആകാശത്തുള്ള സൈന്യങ്ങളെല്ലാം ആ പ്രകാശത്തിലേക്ക് പോയി വെളിച്ചം കൊത്തിയെടുക്കുന്നു, പോയി വരുന്നു. എന്താണ് ഈ പ്രകാശം? സ്വർഗത്തിലാകുമ്പോ പരന്നു വ്യാപിച്ചൊരു പ്രകാശം ആദം നബി കാണുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് ഈ പ്രകാശം? ആകാശലോകത്തെ മലക്കുകൾ അടങ്ങുന്ന സൃഷ്ടികളൊക്കെ ആ പ്രകാശത്തിലേക്ക് പോയി വെളിച്ചം കൊളുത്തിയെടുക്കുകയാണല്ലോ, പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഈ പ്രകാശം? എന്താണ്? അപ്പൊ പറയാണ്, فقال نبي خير من باقي الثرى وأفضل من في الخير راح باقتدى. അതൊരു നബിയുടെ പ്രകാശമാണ്. എങ്ങനെയുള്ള നബിയാ? ഭൂമിയിൽ പാദം പതിഞ്ഞവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ നബിയാണ്, ഏറ്റവും ഉത്തമനായ നബിയാണ്. തഖയ്യറുതുഹു മിൻ ഖബ്ലി ഖൽഖിക സയ്യിദാ. ആദമേ, താങ്കളെ പടക്കുന്നതിന് മുമ്പ് ആ നബി തങ്ങളെ ഞാൻ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വഅൽബസ്തുഹു ഖബ്ലൻ നബിയീന സൂദദാ. സർവ പ്രവാചകന്മാർക്കും മുമ്പേ അവിടത്തേക്ക് ഞാൻ നേതൃപദവി ചാർത്തിയിരിക്കുന്നു. വാഴ്ദത്തുഹു യൗമൽ ഖിയാമത്തി ശാഫിഅ മുത്വഅൻ ഇദാ മൽ ഗൈറു ഹാദ വഹീദാ ഫയശ്ഫഉ ഫീ ഇൽഖാദി കുല്ലി മുവഹ്ഹിദി ويدخله جنات عدن مخلدا. ദീർഘമായ കവിതയാണ്. അതായത് ആ കണ്ട പ്രകാശം നബിതങ്ങളുടെ പ്രകാശമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അല്ലാഹു ആദ്യമായി പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. ആ നൂറ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു തങ്ങളുടെ ഹഖീഖത്താണെന്നും അതല്ല തങ്ങളുടെ ആത്മാവാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വജ്ജഹ്തു എന്ന് ഓതുന്ന സമയം ദുആഉൽ ഇഫ്തിതാഹ് ഓതാറില്ലേ? ദുആഉൽ ഇഫ്തിതാഹ് ഓതുന്നു നമ്മൾ സാധാരണ. വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് എന്ന പ്രാരംഭ പ്രാർത്ഥന. അതിന് പല പദങ്ങളും. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദമാണ് വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറ അസ്സമാവാതി അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അതും മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മതി. അങ്ങനെ പല പദങ്ങളും. ഏറ്റവും ശ്രേഷ്ഠമായ പദം വജ്ജഹ്തു എന്നുള്ള പദം. അപ്പൊ അതിന്റെ അവസാനങ്ങളിലേക്ക് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജ്ജഹ്തു ഓതുമ്പോൾ ചിലപ്പോൾ നബി തങ്ങൾ എന്ന് പറയും വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ആളാണ്. ചിലപ്പോൾ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വഅന അവ്വലുൽ മുസ്ലിമീൻ, നബി തങ്ങൾ അതും പറഞ്ഞു. അത്
ഇബ്നു ഹജർ തങ്ങൾ ഖുഫയിൽ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റുമോ? ആലംബൽ മുസ്ലിമി നബി തങ്ങൾ പറയാറുണ്ട്, ഞാൻ ആദ്യ മുസ്ലിമാണ്. അവിടെ മസാല പറയാം, ഞാൻ മസാല ബയാൻ ചെയ്യാൻ അത് പറയാൻ പറ്റുമോ പറ്റില്ല നമുക്ക് വേറെ പറയാം. നബി തങ്ങൾക്ക് ഏതായാലും പറയാം, നബി തങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അതെന്താ, നിങ്ങൾ ആദ്യ മുസ്ലിമാണ്. അപ്പൊ ഇബ്നു ഹജർ തങ്ങൾ അവിടെ പറയാം. ചില ശാരിഹീങ്ങൾ പറഞ്ഞു, ഇമാം റംലി ഖതീബ് ശുർബിനി തങ്ങളൊക്കെ പറഞ്ഞു, ഈ സമുദായത്തിൽ ആദ്യ മുസ്ലിം അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, നിരുപാധികം ആദ്യ മുസ്ലിം തന്നെ. അത് ഞാനീ പറഞ്ഞതാ, ആദ്യം പടക്കപ്പെടും തങ്ങളെ റൂഹാണ്. ആ റൂഹിന് എല്ലാ സംഗതികളും അല്ലാഹു അപ്പ കൊടുത്തിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ കുറേ സമയം വേണം, ഞാൻ ചുരുക്കി പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കുറിച്ച് കൂടുതൽ പറയാനും പഠിക്കാനും അതുവഴി അവിടുത്തെ ശഫാഅത്തും ഹൗദും ജിവാറും എല്ലാം നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.